ലഹരി ഉപയോഗിക്കുന്നവൻ വാദിക്കുന്ന ആ ആശ്വാസമല്ലാതെ ഏത് ആശ്വാസമാണ് അവന് കിട്ടാനുള്ളത്? ലഹരി ഉപയോഗിക്കുന്നവൻ അവന്റെ ബോധമൊന്ന് മറയുമ്പോ അവന് കുറച്ചു നേരം ഒരു ആശ്വാസം കിട്ടും. ഉറക്ക ഗുളിക കഴിച്ചവനെ പോലെ ഉറങ്ങുകയാ, ബോധമില്ല, അറിയുന്നില്ല. അപ്പോൾ ഒരിത്തിരി ആശ്വാസം കിട്ടും. അതാണോ നീ ആഗ്രഹിക്കുന്ന ആശ്വാസം? ഇതല്ലേ നിനക്ക് സംഗീതത്തിൽ നിന്നും ഇനി കൂടിപ്പോയാൽ കിട്ടാനുള്ളത്? എന്നാൽ എന്നെന്നും നിലനിൽക്കുന്ന ആശ്വാസം നിനക്ക് ആവശ്യമാണോ? എന്നെന്നും നിലനിൽക്കുന്ന ടെൻഷൻ ഇല്ലാത്ത ജീവിതം അതാണോ നീ ആഗ്രഹിക്കുന്നത്? റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള വഴി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ടാണ്, അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ടാണ് ഹൃദയങ്ങൾ ശാന്തമാകുന്നതെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കും. എന്നാൽ ആരാണോ അതിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞത്, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ. ആരാണോ എന്റെ ദിക്റിൽ നിന്നും തിരിഞ്ഞു കളയുന്നത് അവന് കുടുങ്ങിയ ഇടുക്കമുള്ള ജീവിതമാണ് അവനുള്ളതെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയും. നാളെ പരലോകത്ത് അന്ധനായിട്ട് കണ്ണ് കാണാത്തവനായിട്ടാണ് നാളെ പരലോകത്ത് അവനെ ഒരുമിച്ച് കൂട്ടുക എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈ സംഗീതം നമ്മളെ തെറ്റിക്കുന്നത് അള്ളാഹുവിന്റെ ദിക്റിൽ നിന്നാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്നാണ്. അള്ളാഹുവിന്റെ ഓർമ്മയും സംഗീതവും ഒരു സ്ഥലത്ത് ഒരുമിക്കുകയില്ല. അള്ളാഹുവിന്റെ ഖുർആനും സംഗീതവും ഒരു സ്ഥലത്ത് ഒരുമിക്കുകയില്ല സഹോദരങ്ങളെ. അതിനാൽ അതിനെ മുഴുവനായി ഒഴിവാക്കാൻ നമ്മൾക്ക് കഴിയണം. മൊബൈലുകൾ സംഗീതത്തിന്റെ ചവറ്റുകൊട്ടകളാണ്. ആ ചവറ്റുകൊട്ടകൾ വൃത്തിയാക്കി അള്ളാഹുവിന്റെ ഖുർആൻ നിറയുന്ന നല്ല പാത്രങ്ങളാക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു ഹലാലാക്കി, അള്ളാഹു ഇഷ്ടപ്പെട്ട, അള്ളാഹു നിർബന്ധമാക്കിയ, അതുപോലെ തന്നെ പഠനത്തിനുള്ള ക്ലാസുകൾ കയറുന്ന ഒരിടമാകണം നമ്മളുടെ മൊബൈലുകൾ. തൗബ ചെയ്യാൻ നമുക്കാകണം. എപ്പോഴാണ് നമ്മൾ തൗബ ചെയ്യാൻ തയ്യാറാകുന്നത്? നാളെ ഒരു രാത്രിയിൽ കിടന്നുറങ്ങുമ്പോ ഉറക്കം വരണമെങ്കിൽ സംഗീതം വേണം. ഹെഡ്സെറ്റും വെച്ച് കിടന്നുറങ്ങി സംഗീതവും കേട്ട് മലക്കുൽ മൗത്ത് കടന്നു വരുമ്പോ റബ്ബിർജിഊൻ, എന്നെ മടക്കണം റബ്ബേ എന്ന് പറയുന്ന അവസ്ഥയിലാണ് നമ്മളുടെ മരണമെങ്കിൽ, നിന്നെ കുളിപ്പിക്കാൻ വരുന്നവർ, നിന്നെ കണ്ണടക്കാൻ വരുന്നവർ, അവർ കേൾക്കുന്നത്, നിന്റെ ഹെഡ്സെറ്റിൽ നിന്ന് കേൾക്കുന്നത് സംഗീതമാണെങ്കിൽ സഹോദര, പിന്നെന്താണ് നിന്റെ ജീവിതം കൊണ്ട് നീ നേടിയത്? നിന്റെ ഖാതിമ മോശമായിട്ടുള്ള അന്ത്യമാണ് എങ്കിൽ പിന്നെ നീ എന്ത് ശേഖരിച്ചിട്ട് എന്താണ് കാര്യം? സൂഉൽ ഖാതിമ വരിക്കുന്ന, മോശമായ അന്ത്യം വരിക്കുന്ന ആളുകളാണ് ഞാനും നിങ്ങളും എങ്കിൽ സഹോദരങ്ങളെ, ഇന്ന് ഒഴിവാക്കാൻ തീരുമാനിക്കണം. ഇന്ന് ഒഴിവാക്കണം, ഇന്ന് തൗബ ചെയ്യണം, റബ്ബിലേക്ക് മടങ്ങണം. സംഗീതം മാറി ഖുർആൻ കേൾക്കുന്ന ആ അവസ്ഥയിൽ നമ്മൾ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ.